നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ ഇറാഖിലെ മൊസൂളിലേക്ക് മാറ്റിയ 46 മലയാളി നഴ്സുമാരെ സുരക്ഷിതമായി ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. കേന്ദ്ര കേരള സർക്കാരുകൾ കൂട്ടായി പരിശ്രമിച്ച് മലയാളികളെ രക്ഷപ്പെടുത്തിയത് സ്വാഗതാർഹമാണെന്ന പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. കേന്ദ്രത്തിന്റെയും കേരള സർക്കാരിന്റെയും വിജയമാണ് നഴ്സുമാരുടെ മോചനമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇറാഖിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട നഴ്സുമാർക്ക് സഹായധനം നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. അബുദാബിയിലേക്ക് പുസ്തകമാണ് തെറ്റിദ്ധരിപ്പിച്ച് ലഹരി മരുന്ന് കൊടുത്തുവിട്ട കേസിലെ പ്രതികളെ ഗോവയിൽ തെളിവെടുപ്പിന് ശേഷം ആലുവയിൽ എത്തിച്ചു. ആലുവയിൽ വീണ്ടും ലഹരി മരുന്ന് വേട്ട. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആലുവയിൽ എത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. വരാപ്പുഴ ടോളിൽ ഉദ്യോഗസ്ഥർ വൈകി എത്തുന്നതായി പരാതി ഉയരുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇറാഖിലെ മൊസൂളിലേക്ക് മാറ്റിയ 46 മലയാളി നഴ്സുമാരെ സുരക്ഷിതമായി ഇന്ത്യൻ എയർലൈൻസിൽ നാട്ടിലെത്തിച്ചു. ശനിയാഴ്ച 11 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തിയ അവരെ വരവേൽക്കുവാൻ സംസ്ഥാന മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം.പിമാർ, പ്രതിപക്ഷ നേതാവ്, എം.എൽ.എമാർ തുടങ്ങിയവർ എത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധം തുടരുന്ന ഇറാഖിലെ തിക്രിതിൽ നിന്നും കഴിഞ്ഞ ദിവസം വിമതരുടെ ശക്തി കേന്ദ്രമായ മൊസൂളിലേക്ക് മാറ്റിയ 46 മലയാളി നഴ്സുമാരെയും വിമതസേന മോചിപ്പിച്ച ഇന്ത്യൻ അധികൃതർക്ക് കൈമാറിയിരുന്നു. ഇവരുൾപ്പെടെ 116 ഇന്ത്യക്കാരാണ് ഇറാഖിൽ വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും കേന്ദ്ര കേരള സർക്കാരുകളും കൂട്ടായി പരിശ്രമിച്ച മലയാളികളെ രക്ഷപ്പെടുത്തിയത് സ്വാഗതാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആലുവയിൽ പറഞ്ഞു. മനസ്സിലാക്കാൻ കഴിയും. അവർ കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവിത പ്രശ്നം പരിഹരിക്കുന്നതിന് കേരള ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മലയാളികളെ സ്വീകരിക്കാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്രത്തിന്റെയും കേരള സർക്കാരിന്റെയും വിജയമാണ് മോചനമെന്നും പ്രസ്താവിച്ചു. കേരളത്തിനാകെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് 46 പേരുടെയും സുരക്ഷിതമായിട്ടുള്ള തിരിച്ചുവരവ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളെങ്കിലും ഉണ്ടാകാനുള്ള നമുക്കതുപോലും ഇല്ലാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചതിൽ വലിയ ആശ്വാസം. അല്ല, ഇതിങ്ങനെ സാധിച്ചത് എല്ലാവരുടെ കൂടി നടത്തിയ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ഇക്കാര്യത്തിനു വേണ്ടി മുഖ്യമന്ത്രി പലതവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൊച്ചിയിലെത്തിയ നഴ്സുമാർക്ക് VVIP സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്കിടയിലൂടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ചെല്ലുവാൻ പോലും അവർ ബുദ്ധിമുട്ടി. ബന്ധുക്കളെ നേരിൽ കണ്ട പെൺകുട്ടികൾ പലരും സങ്കടം സഹിക്കാനാവുന്നില്ലായിരുന്നു. ഇറാഖിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട നഴ്സുമാർക്ക് സഹായധനം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 46 നഴ്സുമാരുടെ മോചനത്തെപ്പറ്റിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കേന്ദ്രവും സംസ്ഥാനവും പരിശ്രമിച്ച വിമതരുടെ തടങ്കലിൽ നിന്ന് അപകടമൊന്നും കൂടാതെ മലയാളി നഴ്സുമാരെ രക്ഷിച്ച് നാട്ടിലെത്തിച്ചത് ആശ്വാസകരമാണെന്ന് വി.എസ്. പറഞ്ഞു. അതേസമയം തൊഴിൽ നഷ്ടപ്പെട്ടുവന്ന അവർക്ക് സഹായധനവും തൊഴിലും നൽകുവാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നഴ്സുമാരെ സ്വീകരിക്കാനെത്തിയതായിരുന്നു അച്യുതാനന്ദൻ. അതേസമയം കേരള സർക്കാർ ഉൾക്കൊള്ളിച്ച് ആശ്വാസകരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇറാഖിലെ ഏറ്റുമുട്ടൽ നടത്തുന്ന സംഘങ്ങളിൽ ഇപ്പോൾ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നവരും ആശ്വാസകരമായ സമീപനമാണ്. പുനരധിവാസത്തെ പറ്റിയൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ലെന്നും തടവിൽ നിന്നും മോചിപ്പിക്കുക എന്നതിനായിരുന്നു പ്രാധാന്യം കൊടുത്തതെന്നും അത് സാധിച്ചതിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നുമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. ഇതുവരെ ചിന്തിച്ചിട്ടുള്ളത് ഇവരുടെ സുരക്ഷിതമായിട്ടുള്ളൊരു നടക്കം മാത്രമാണ് നമ്മൾ ആലോചിച്ചത്. അവരെ സുരക്ഷിതമായി നാട്ടിൽ കൊണ്ടുവരണം, വീട്ടിലാണ്. അത് മാത്രമേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അത് മക്കൾക്കുള്ള കാര്യങ്ങൾ ഇനിയുള്ള അവസരങ്ങളിൽ നഷ്ടപ്പെട്ടവരുടെ രേഖകളടക്കം തിരിച്ചെടുക്കാനുള്ള അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടില്ല. അത് എന്നാലും മതിയായ യാത്രാ രേഖകളൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും.
അബുദാബിയിലേക്ക് പുസ്തകത്തിനുള്ളിൽ വെച്ച് ലഹരിമരുന്ന് കൊടുത്തുവിട്ട കേസിലെ പ്രതികളായ പാനായിക്കുളം സ്വദേശി മുഹമ്മദ് സാദ്, ആലുവ തോട്ടുമുഖം സ്വദേശി അൻസാർ എന്നിവരെ ഗോവയിൽ തെളിവെടുപ്പിന് ശേഷം പോലീസ് ആലുവയിൽ തിരിച്ചെത്തിച്ചു. ഇവർക്ക് ലഹരിമരുന്ന് കൈമാറിയെന്ന് പറയുന്ന ജർമ്മൻകാരനെ കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. പോലീസ് കസ്റ്റഡി സമയപരിധി അവസാനിക്കുന്ന ശനിയാഴ്ച 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. പിതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത അബുദാബിയിലേക്ക് മടങ്ങിപ്പോയ ഷിജു തോമസ് അബുദാബി വിമാനത്താവളത്തിൽ ലഹരിമരുന്നുമായി പിടികൂടിയതിനെ തുടർന്ന് ജയിലിൽ കഴിയുകയാണ്. ലഹരിമരുന്ന് അബുദാബിയിൽ കൊണ്ടുവരുവാനുള്ള ഏർപ്പാടുകൾ ചെയ്ത സാരംഗിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഷിജു ലഹരിമരുന്നുമായി അബുദാബി വിമാനത്താവളത്തിൽ പിടിയിലായപ്പോൾ മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോവുകയായിരുന്നു സാരംഗ്. സാരംഗിനെ കൊടുക്കുവാനുള്ള MBAക്കുള്ള പുസ്തകമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഷിജുവിന്റെ കൈവശം ലഹരിമരുന്ന് കൊടുത്തുവിട്ടത്. സാരംഗിനെ കണ്ടെത്തി ഇന്ത്യയിലെത്തിക്കുവാൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ആലുവയിൽ വീണ്ടും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ആലുവയിൽ എത്തിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് CI B ഹരികുമാറിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സ്ക്വാഡ് പിടിച്ചത്. 2 പേർ അറസ്റ്റിലായി. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കൊണ്ടുവന്ന ലോറിയിൽ കയറ്റി ആലുവ മാർക്കറ്റിൽ എത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ 500 പാക്കറ്റുകൾ പ്രൈവറ്റ് രജിസ്ട്രേഷനുള്ള പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റുമ്പോഴാണ് ആലുവ CI B ഹരികുമാറിന്റെ സ്ക്വാഡ് കൈയോടെ പിടികൂടിയത്. ചൊവ്വര സ്വദേശി കൃഷ്ണകുമാർ, ഉളിയന്നൂർ സ്വദേശി അബ്ദുൾ സലാം എന്നിവരാണ് ലഹരിമരുന്ന് പാക്കറ്റുകളുമായി പിടിയിലായത്. പുകയില ഉൽപ്പന്നങ്ങളുടെ കേന്ദ്ര കലവറ പോലെ പ്രവർത്തിക്കുന്ന ആലുവയിൽ നിന്നും വിവിധ കടകളിലേക്ക് ചില്ലറയായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇപ്രകാരം ചില്ലറ കച്ചവടക്കാരിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് മുപ്പത്തടത്തുള്ള ഒരു വ്യാപാരിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. സംശയത്തിന്റെ പേരിൽ മറ്റൊരു വ്യാപാരിയെ SI മർദ്ദിച്ചതിനെ തുടർന്ന് വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രതിഷേധിക്കുകയും SIയെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. വരാപ്പുഴ ടോളിൽ ഉദ്യോഗസ്ഥർ വൈകി എത്തുന്നതായി പരാതി ഉയരുന്നു. 9 മണിക്ക് ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ട ഉദ്യോഗസ്ഥരിൽ പലരും 11 മണിക്ക് എത്തുന്നതാണ് ആക്ഷേപത്തിന് ഇട നൽകിയിരിക്കുന്നത്. ഡ്യൂട്ടിക്കെത്തുന്ന കരാർ തൊഴിലാളികളിൽ ആരെങ്കിലും അല്പം വൈകിയാൽ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തുന്നത് ചോദ്യം ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസ് കൊടുക്കുന്നതും പതിവായിട്ടുണ്ടെന്ന് ചില തൊഴിലാളികൾ ആരോപിക്കുന്നു. ടോളിലെ തൊഴിലാളികളെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഉദ്യോഗസ്ഥരുടെ ചെയ്തികളെ ചോദ്യം ചെയ്താൽ ശമ്പളം നൽകാതെ പീഡിപ്പിക്കുന്നതും പതിവാണെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ആലങ്ങാട് പഞ്ചായത്തിലെ നേറിക്കോട് സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച മുൻ ബാങ്ക് പ്രസിഡന്റായിരുന്ന MV ആന്റണി അനുസ്മരണത്തിന്റെയും SSLC+2 അവാർഡ് വിതരണത്തിന്റെയും ഉദ്ഘാടനം P രാജീവ് MP നിർവഹിച്ചു. ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TU പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MV ആന്റണി സ്മാരക കർഷക അവാർഡ് ജേതാവ് MV ജോസഫിന് സ്വർണ്ണപ്പതക്കം നൽകി P രാജീവ് MP ആദരിച്ചു. പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് MK ബാബു, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR രഘു, ബാങ്ക് പ്രസിഡന്റ് PM മനാഫ്, ആലങ്ങാട് കൃഷി ഓഫീസർ മിനി ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം VB ജബ്ബാർ, ബാങ്ക് സെക്രട്ടറി AS അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പൊതുജീവിതത്തിലോ വലിയ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റായാലും പഞ്ചായത്ത് മെമ്പറായാലും അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായാലും നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാതെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ലക്ഷക്കോടി രൂപയിലധികം നിക്ഷേപം കേരളത്തിന്റെ സഹകരണ സ്ഥാപനങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഇനിയും കുറെ കൂടി നന്നായി വിനിയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. അങ്ങനെ നന്നായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലേഡ് മാഫിയ സംഘങ്ങളൊന്നും അവർക്കൊന്നും ഇടപെടാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാട് മാറുന്നതിൽ സഹായകരമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ സഹകരണ പ്രസ്ഥാനം ഒറ്റക്കെട്ടായി എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആലങ്ങാട് പഞ്ചായത്തിലെ പീടികപ്പടിയിലെ റോഡ് തകർന്ന കുണ്ടും കുഴിയുമായി വെള്ളം കെട്ടിക്കിടക്കുന്നത് കാൽനട യാത്രയും വാഹനയാത്രയും ദുഷ്കരമാക്കുന്നു. ആലുവയിൽ നിന്ന് ആലങ്ങാട് വഴി കൂനമാവിൽ ദേശീയപാതയിൽ സംഗമിക്കുന്ന റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്നത്. ഇവിടെ മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് പൊതുഗാനം നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് ഇടവരുത്തിയിരിക്കുന്നത്. റോഡ് തകർന്നതിന് തൊട്ടടുത്തായി ഒരു LP സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. കാൽനടക്കാരന്റെ ശ്രദ്ധ അല്പം കുറഞ്ഞാൽ വാഹനങ്ങൾ പോകുമ്പോൾ ചെളി വെള്ളത്തിൽ കുളിക്കുമെന്ന കാര്യത്തിൽ തീർച്ച. PWDയുടെ അധീനതയിലുള്ള റോഡ് ആലുവ മുതൽ കൂനമാവ് വരെ ശാസ്ത്രീയമായ രീതിയിൽ ടാറിംഗ് നടത്തി കാൽനടയാത്രയും വാഹനയാത്രയും സുഗമമാക്കുമെന്ന് പല വേദികളിലും സ്ഥലം MLA കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകൾ ആയെങ്കിലും നാളിതുവരെ യാതൊരു തുടർ നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് പരിസരവാസികൾ ആരോപിക്കുന്നത്.
ദേശീയപാത 17 വരാപ്പുഴ മുതൽ തിരുമുപ്പം വരെയുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന വരാപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ദേശീയപാത അധികൃതരുടെയും സംയുക്ത യോഗത്തിൽ എടുത്ത തീരുമാനം കടലാസിൽ ഒതുങ്ങുന്നു. അപകടങ്ങൾ കുറയ്ക്കുവാൻ വരാപ്പുഴ പാലത്തിന്റെ ഭാഗത്ത് അമിത വേഗക്കാരെ പിടികൂടുവാൻ ട്രാഫിക് വാർഡനെ നിയമിക്കും. ദേശീയപാതയിൽ 2 വർഷങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. ദിശാ ബോർഡുകൾ സ്ഥാപിക്കും തുടങ്ങി നിരവധി തീരുമാനങ്ങൾ എടുക്കുകയും എല്ലാ മാസവും ഇത് സംബന്ധിച്ച് അവലോകന യോഗങ്ങൾ കൂടും തുടങ്ങി നിരവധി തീരുമാനങ്ങളാണ് എടുത്തതെങ്കിലും അത് നടപ്പാക്കുന്ന കാര്യത്തിൽ അധികൃതർക്ക് തികഞ്ഞ പരാജയമായിരുന്നു. ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്ത ശേഷം വരാപ്പുഴ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ 20 അടിയോളം വരുന്ന താഴ്ചയിലേക്ക് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് യുവാവ് മരണമടഞ്ഞിരുന്നു. നിരവധി അപകടങ്ങളും അരങ്ങേറിയിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് നിയന്ത്രണം വിട്ട ഇറച്ചിക്കോഴി കയറ്റി വന്ന മിനി ലോറി മീഡിയനിൽ ഇടിച്ച് കയറി പാലത്തിന്റെ കൈവരി ഇടിച്ച് തകർത്തിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തലനാരിഴക്ക് വൻ ദുരന്തം വഴിമാറിയത്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഇവയൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ദേശീയപാത അധികൃതരുടെ കണ്ണു തുറപ്പിക്കുവാൻ മറ്റൊരു വൻ ദുരന്തം തന്നെ വേണ്ടിവരുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികളും വാഹനയാത്രക്കാരും. മുപ്പത്തടുത്ത റോഡിൽ വെള്ളക്കെട്ടുണ്ടാക്കി പൊട്ടിയ ശുദ്ധജല പൈപ്പ് 3 ദിവസമായിട്ട് നന്നാക്കിയില്ല. ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം റോഡിലൂടെ ഒഴുകി പാഴാവുന്നു. കരാർ പണിക്കാർക്ക് പണം കൊടുക്കാനുള്ളതിനാൽ റിപ്പയറിംഗിന് ആളില്ല. 3 ദിവസമായി മുപ്പത്തടം കവലക്കടുത്തായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നു. വാൽവ് പൂട്ടിയെങ്കിലും ലീക്ക് ചെയ്തു വരുന്ന വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. മുപ്പത്തടം ഓവർഹെഡ് ടാങ്കിൽ നിന്നും എടയാർ ഭാഗത്തേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന PVC പൈപ്പാണ് പൊട്ടിയത്. തന്മൂലം എടയാർ ഭാഗത്ത് കുടിവെള്ളക്ഷാമം തുടങ്ങിയിട്ടും 3 ദിവസമായി. മുപ്പത്തടം വാട്ടർ അതോറിറ്റി സെക്ഷന്റെ കീഴിൽ അറ്റകുറ്റപ്പണികൾക്കും റിപ്പയറിംഗിനും കരാറുകാർക്ക് വർഷങ്ങളായി കൊടുക്കുവാനുള്ള കുടിശ്ശിക പണം കൊടുക്കാത്തതിനാൽ പമ്പുകൾ നന്നാക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ ലീക്കുകൾ നന്നാക്കേണ്ടതാണ്. എന്നാൽ പണം കൊടുക്കുവാൻ വരുന്ന ദീർഘകാലത്തെ താമസം പണിയെടുക്കുവാൻ താല്പര്യമില്ലാതാക്കിയിരിക്കുകയാണെന്ന് കരാറുകാർ പറയുന്നു. ഏതായാലും കഴിഞ്ഞ 3 ദിവസങ്ങളായി റോഡിലൂടെ ഒഴുകിപ്പാഴായത് ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ്. അറിവിന്റെ ശേഖരത്തിന് 60ന്റെ നിറവ്. ആലുവ നഗരസഭയുടെ ലൈബ്രറി 60ാം വാർഷികം ആഘോഷിക്കുന്നതിന് പ്രാരംഭമായി സെന്റ് സേവേഴ്സ് കോളേജ് NSS പ്രവർത്തകർ ശുചീകരണം നടത്തി. ആലുവ നഗരസഭ ആലുവ മുനിസിപ്പൽ ലൈബ്രറിയുടെ 60ാം വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് ലൈബ്രറി ഹാളും പരിസരവുമെല്ലാം സെന്റ് സേവേഴ്സ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വിഭാഗത്തിലെ 106 വോളണ്ടിയർമാർ ശുചീകരിച്ചത്. ലൈബ്രറിയോട് ചേർന്നുള്ള പാർക്കിലും NSS പ്രോഗ്രാം ഓഫീസർ സൗമിനി മേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ശുചീകരണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ലത്തീഫ് പൂഴിത്തറ, ജെബി മേത്തർ, NSS സെക്രട്ടറിമാരായ ജിഷ, ജിഫ്ന എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രവർത്തന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അത് ആലുവ സെന്റ് സേവേഴ്സ് കോളേജിലെ വിഭാഗവും നഗരസഭയും കൂടി സംയുക്തമായിട്ടാണ് ഇവിടെ ഈ ഒരു ക്ലീനിംഗ് പ്രോഗ്രാം നടത്തുന്നത്. ആലുവ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ലൈബ്രറിയുടെ 59ാം വാർഷികം ഏകദേശം ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പരിപാടിയാണ് നഗരസഭ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനോട് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. വരും ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. നാട്ടുവിശേഷം മറ്റൊന്നോടത്തിൽ ഇറാഖിലെ മൊട്ടൂളിലേക്ക് മാറ്റിയ 46 മലയാളി നഴ്സുമാരെ സുരക്ഷിതമായി ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ചു. കേന്ദ്ര കേരള സർക്കാരുകൾ കൂട്ടായി പരിശ്രമിച്ച് മലയാളികളെ രക്ഷപ്പെടുത്തിയത് സ്വാഗതാർഹമാണെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കേന്ദ്രത്തിന്റെയും കേരള സർക്കാരിന്റെയും വിജയമാണ് നഴ്സുമാരുടെ മോചനമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇറാഖിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട നഴ്സുമാർക്ക് സഹായധനം നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അബുദാബിയിലേക്ക് പുസ്തകമാണ് തെറ്റിദ്ധരിപ്പിച്ച് ലഹരി മരുന്ന് കൊടുത്തുവിട്ട കേസിലെ പ്രതികളെ ഗോവയിൽ തെളിവെടുപ്പിന് ശേഷം ആലുവയിൽ എത്തിച്ചു. ആലുവയിൽ വീണ്ടും ലഹരി മരുന്ന് വേട്ട. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആലുവയിൽ എത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. വരാപ്പുഴ ടോളിൽ ഉദ്യോഗസ്ഥർ വൈകി എത്തുന്നതായി പരാതി ഉയരുന്നു.